ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ശരിയാകില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ശരിയായി വരില്ല. ചിലതാണെങ്കിലോ ഒരു കാര്യവുമില്ലാതെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കയറി അങ്ങ് ഫ്ലറിഞ്ചും. അങ്ങനെയുള്ള ഒന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. എന്താണ്, എപ്പോഴാണ് കയറി വൈറലാകുക എന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ കണ്ടന്റ് അത് മുഖ്യം ബിഗിലേ. സ്വാഗതം വൈറൽ ജംഗ്ഷനിലേക്ക്. ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? ചില വീഡിയോകൾ കണ്ടാൽ നമ്മൾ പോലും അറിയാതെ ചിരിച്ചു പോകും. അങ്ങനെ ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ ദിലീപും നയൻതാരയും ചേർന്ന് അഭിനയിച്ച പേരില്ല രാജ്യത്തെ എന്ന ഗാനത്തിന്റെ സ്പൂഫ് ഞെട്ടിച്ചിരിക്കുകയാണ്. അഖിൽ ഷായും അനിരുദ്ധും ചേർന്നാണ് വീഡിയോ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകളാണ് വീഡിയോ ഇതിനോടകം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ പുറകിലുള്ള എഫേർട്ട് പറയാതിരിക്കാൻ കഴിയില്ല. കേട്ടാണ് ഇപ്പോൾ മലയാളികൾ ഉണരുന്നത്. ശ്രീനവാൾ കിഷോരി എന്ന പെൺകുട്ടിയുടെ റീലാണ് ഇപ്പോൾ വീണ്ടും ഗാനം വൈറലാക്കുന്നതിന്റെ പിന്നിൽ. ഒറിജിനൽ റീലിനേക്കാൾ കൂടുതൽ രസകരമായ ട്രോളുകളാണ് ഈ റീൽ ഉപയോഗിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. പല കാരണങ്ങളുടെ പേരിൽ പല അടിപിടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ രണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ കിടന്ന് അടികൂടുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപിടി എന്ത് കാര്യത്തിന്റെ പേരിലാണ് എന്നറിയില്ല. കമന്റ് ബോക്സിലും കാരണം അന്വേഷിച്ചവരാണ് കൂടുതലും. ഒടുവിൽ അടിപിടി അക്രമത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ച സുഹൃത്തുക്കളുടെ ആ മനസ്സ് കാണാതെ പോകരുത്. ഷൂട്ടിങ്ങിനിടെ നടൻ മോഹൻലാലിനോട് കുശലാന്വേഷണം നടത്തുന്ന ഒരു അമ്മച്ചിയുടെ വീഡിയോ വൈറലാവുകയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞു മോനെ, വീട്ടിൽ വന്നാൽ താറാവ് കറി തരാം എന്നാണ് അമ്മച്ചി മോഹൻലാലിനോട് ചോദിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ അമ്മച്ചിയെ മോഹൻലാൽ ചേർത്തു പിടിക്കുന്നതും വീഡിയോയിൽ കാണാം. അമ്മയുടെയും മകന്റെയും ഗാനത്തോടെയാകാം അടുത്ത വൈറൽ വീഡിയോ. ഓമനത്തം നിറഞ്ഞ ഈ വീഡിയോ ഇതിനോടകം നിരവധി പേരാണ് കണ്ടത്. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ മനോഹരമായി പാട്ടുപാടുന്ന കൊച്ചു ഗായകൻ ഭാവിയിൽ ഷഹബാസ് അമാന് തന്നെ ഭീഷണിയാകുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വൈറൽ ജംഗ്ഷൻ ഇവിടെ നിർത്തുന്നു. അടുത്ത ദിവസം പുതിയ വൈറൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.